അവിടെ നമ്മളൊരു ഞങ്ങളെ നയിക്കാൻ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത്. സണ്ണ് പോയടാ. അപ്പൊ നമ്മളാണെങ്കിൽ ഗരുഡൻ ജഡായി പാറയിൽ നേരെ വന്നേക്കുന്നത് ബൺറോട്ട് അല്ലേ. അവിടെ നമ്മളൊരു ചെറിയ വള്ളത്തിൽ ബൺറോട്ട് തുരുത്തേക്ക് പോകാൻ പോവാണ്. നമ്മുടെ വള്ളം, നമ്മുടെ മക്കള് എല്ലാരും ഉണ്ട്. അമ്മച്ചിയാണ് ഞങ്ങളെ നയിക്കാൻ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത്. അമ്മച്ചി രണ്ട് കൈ അപ്പൊ നമ്മളാണെങ്കിൽ ചുരുട്ടി പോകാൻ വേണ്ടി വള്ളത്തേൽ കയറി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ചൂട് കൊണ്ട് കാർച്ച തുടങ്ങി. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് വള്ളത്തേക്ക് താഴെ പറ്റി. ഇറങ്ങി 5 മിനിറ്റ് വെള്ളത്തിന് 300 രൂപ കൊടുത്തു. ഹോട്ടൽ പോലെ ഉണ്ടായിരുന്നു. നമ്മള് അവിടെ കയറി ഫുഡ് കഴിച്ചു. കരിമീന്, ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. ഒന്നും മോശം പറയാനല്ല, കിടുക്കൻ ഫുഡായിരുന്നു. കരിമീൻ പൊള്ളിച്ചതും പിന്നെ കൊഞ്ചു ഫ്രൈ അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോ നമ്മുടെ വർക്കല ബീച്ചിലോട്ട് പോയാലോ അതോ ഒന്നും കൂടെ കെട്ടി പോകാൻ ട്രൈ ചെയ്യണോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ആണ്ടേ സണ്ണ് പോയടാ. ആണ്ടേ പോണു സൺ. സണ്ണ് പോയി. നമ്മൾ ഇച്ചിരിയല്ലേ ഉള്ളൂ. പോയി കണ്ടോ, കടലിൽ പോയി സണ്ണ് കടലിൽ പോയി. ടോയ് മേടിക്കാൻ അപ്പയൊക്കെ വരട്ടെ. നമ്മളെ ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് വരട്ടെ. എന്താ നമ്മൾ മൺറോഡ് തുരുത്തിൽ നിന്ന് നേരെ പോയത് വർക്കല ബീച്ചിലോട്ടാണ് കേട്ടോ. നമ്മളവിടെ 2 റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിഫിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു റൂമാട്ടോ നമുക്ക് ബുക്ക് കിട്ടിയത്. നമ്മൾ ചെന്നപ്പോഴത്തേനും സൺസെറ്റൊക്കെ കഴിഞ്ഞായിരുന്നു. സൺസെറ്റും സൺറൈസും ഒക്കെ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കലയ്ക്ക് പോയത്. പക്ഷേ അതൊന്നും മാറുന്നില്ല കേട്ടോ. പക്ഷേ സാരില്ല, വർക്കല മൊത്തത്തിൽ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്, എസ്പെഷ്യലി നൈറ്റിൽ കേട്ടോ. പിള്ളേരുള്ളതുകൊണ്ട് നൈറ്റ് വൈബൊന്നും അങ്ങനെ അങ്ങ് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നല്ലൊരു ഈവനിങ് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു.